കാശിഭദ്ര ഭാഗം 4. രചന ജിഫ്നി. അവതരണം അപര. മനസ്സിൽ പെറുപെറുത്തുകൊണ്ട് സ്വയം തലയ്ക്കൊരു മേട്ടവും കൊടുത്ത് അവൾ റൂമിന്റെ വാതിലിനോട് ചാരി നിന്ന് കൈകൊണ്ട് ഉള്ളിലേക്ക് നീട്ടി ലൈറ്റിന്റെ സ്വിച്ചിട്ടതും റൂമിന്റെ കോലം കണ്ട് അവൾ ആകെ ഞെട്ടിത്തരിച്ചു. കട്ടിലിൽ നിറയെ റെഡ് റോസിന്റെ ഇതളും മുല്ലപ്പൂവും വിതറിയിട്ടുണ്ട്. കൂടി ഒരു റെഡ് ആൻഡ് ബ്ലൂ കളർ വരുന്ന ടെഡി ബിയറും അതിന്റെ അടുത്തായി ഒരു പേപ്പറും ഉണ്ടായിരുന്നു. അവൾ വേഗം ചെന്ന് ആ പേപ്പർ കയ്യിലെടുത്ത് തുറന്നു നോക്കി. അതൊരു ലെറ്ററായിരുന്നു. കാശിയുടെ ഭദ്ര. കാശിഭദ്രയ്ക്ക് എൻ്റെ വക. ഒറ്റയ്ക്കായെന്ന് കരുതി ഉറക്കം കളയണ്ട. ഈ പാവയെ കെട്ടിപ്പിടിച്ചുറങ്ങിക്കോ. ഇങ്ങനെയായിരുന്നു ആ പേപ്പറിൽ എഴുതിയിരുന്നത്. അതവൾ വേഗം കട്ടിലിലിട്ട് ജനൽ വഴി പുറത്തേക്ക് നോക്കി. മുഴുവൻ കൂരിരുട്ടെന്നല്ലാതെ ഒന്നും കണ്ടില്ല. എൻ്റെ റൂമിൽ വരെ എത്തണമെങ്കിൽ നീ ചില്ലറക്കാരനല്ലല്ലോ. ആരാ നീ? അവൾ അവളുടെ ഉള്ളിൽ ചോദിച്ചു. ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ അവൾക്കുള്ളിൽ മാറി മറഞ്ഞു. അവൾ ആ ടെഡി ബിയറിനെ കയ്യിലെടുത്ത് ബെഡിന്റെ പൂക്കളൊക്കെ എടുത്തു മാറ്റി ബാസ്ക്കറ്റിലേക്കിട്ടു. അതിൽ നിന്ന് 2 മുല്ലപ്പൂ എടുത്തു വെക്കാൻ അവൾ മറന്നില്ല. നീ ആരാ? എന്തിനാ എൻ്റെ പിറകെ കൂടിയേ? എനിക്ക് മുല്ലപ്പൂ ഇഷ്ടമാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഒറ്റയ്ക്കായിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്ന് നിന്നോടാരാ പറഞ്ഞേ? അവൾ ടെഡിയെ നോക്കി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യങ്ങൾക്കപ്പുറം എപ്പോഴോ നിദ്ര വന്നവളെ തഴുകിയിരുന്നു. അവൻ പറഞ്ഞ പോലെ അവൾ ആ ടെഡിയെ കെട്ടിപ്പിടിച്ചായിരുന്നു ആ രാത്രി ഉറങ്ങിയത്. അവൻ ആദ്യമായി സമ്മാനിച്ച സമ്മാനം അവൾ നെഞ്ചോട് ചേർത്ത് വെച്ചുറങ്ങുന്നത് കാണാൻ അവൻ വന്നിരുന്നു. രാത്രി ഏറെ ആയതിനു ശേഷം ജനലരികിൽ നിന്ന് അവൻ ആ കാഴ്ച കൺകുളിർക്ക് കണ്ട് സന്തോഷത്തോടെ മടങ്ങി. അവൻ വന്നതോ പോയതോ ഒന്നും ആരും അറിഞ്ഞില്ല. സൂര്യന്റെ കിരണങ്ങൾ കണ്ണിൽ തുളച്ചു കയറിയപ്പോഴാണ് അവൾ എണീറ്റത്. ഉറങ്ങാൻ വൈകിയതുകൊണ്ട് ഉണരാനും വൈകി. കണ്ണു തുറന്ന ഉടനെ തന്നോട് ചേർന്ന് കിടക്കുന്ന ടെഡിയെ നോക്കി അവൾ പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ്. നീ ആരാന്ന് എനിക്കറിയില്ലേലും ഇന്നലെ നീ ഉള്ളതുകൊണ്ട് നന്നായി ഉറങ്ങി ഞാൻ. താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് അതിനെ കയ്യിലെടുത്തൊരു മുത്തം കൊടുത്തു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുടി അമ്മക്കെട്ട് കെട്ടി ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് പൂജാ റൂമിൽ കയറി പ്രാർത്ഥിച്ചു. എൻ്റെ കള്ളക്കണ്ണ, ഈ ഒളിച്ചു കളിക്കുന്ന ആളെ ഇന്നെങ്കിലും എൻ്റെ മുന്നിൽ ഒന്ന് കൊണ്ടുവരുമോ? എനിക്ക് ഇന്നലെ ഉറക്ക സമ്മാനിച്ച അയാളെ കാണാനൊരു കൊതി. അല്ല കണ്ണാ, അയാൾ എന്തിനാ എന്നെ പിന്തുടരുന്നേ? ഇനി വലിയ പ്രേമം വല്ലതും ആകും അയാൾക്ക് എന്നോട്? അങ്ങനെയൊന്നും ആകാൻ ചാൻസ് ഇല്ല. ഇതെന്നെ അറിയുന്ന ആരെങ്കിലും കളിപ്പിക്കാൻ ചെയ്യുന്നയാകും. ആദ്യമായി അവൾ തൻ്റെ കണ്ണനോട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അയാളെ കണ്ടെത്തി കൊടുക്കാൻ. പിന്നെ കണ്ണനോട് കുറേ കുശലം പറഞ്ഞ് അമ്മയുടെ അടുക്കളയിലേക്ക് വന്നു. അമ്മയെ കുറച്ചൊക്കെ സഹായിച്ച് മുറ്റത്തേക്കിറങ്ങി. അച്ഛനോടൊപ്പം തോട്ടത്തിൽ കള പറിക്കാനും വളമിടാനും ഒക്കെയായി ഉച്ചവരെ പുറംപണിയിൽ കൂടി. ഇനി മോള് പോയി കുളിച്ചോ, ബാക്കി അച്ഛൻ ചെയ്തോളാം. വെയിൽ കൂടിയതും അച്ഛൻ അവളെ അകത്തേക്ക് പറഞ്ഞയച്ചു. കുളിയും ഉച്ചഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് അവൾ ഫോൺ കയ്യിലെടുത്ത് അവളുടെ കൂട്ടുകാരുമായി വിശേഷം പറഞ്ഞിരുന്നു. പെട്ടെന്നായിരുന്നു ഫോണിലേക്കൊരു നോട്ടിഫിക്കേഷൻ വന്നത്. ഹായ് കാശിഭദ്ര, ഇന്നലെ സുഖിച്ചുറങ്ങിയല്ലേ? ഞാൻ കണ്ടു. മെസ്സേജ് കണ്ടുടനെ അവൾക്ക് മനസ്സിലായി അത് തന്നെ പിന്തുടരുന്ന ആളാണെന്ന്. വേഗം നമ്പർ ചെക്ക് ചെയ്തു. പക്ഷേ ഇതുവരെ പരിചയമില്ലാത്ത നമ്പറായിരുന്നു. DP എടുത്തു നോക്കിയപ്പോൾ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളറിൽ വലുതായി കാശിഭദ്ര എന്നെഴുതിയ ഒരു പിക്കായിരുന്നു. നീ ആരാ? എന്തു വേണം? ഞാൻ കാശിഭദ്രയല്ല, ശ്രീഭദ്ര. അവൾ ടൈപ്പ് ചെയ്തു വിട്ടു. അപ്പം തന്നെ ബ്ലൂടിക്ക് വരികയും ആ ചാറ്റിൽ ടൈപ്പിംഗ് എന്ന് കാണിക്കുകയും ചെയ്തു. മറുപടിക്കായി അവൾ ആ ചാറ്റിൽ തന്നെ നോക്കി നിന്നു. നീ ശ്രീഭദ്ര, ഈ കാശിനാഥിൻ്റെ കാശിഭദ്ര. എൻ്റെ മോള് ഇപ്പം ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി സമയമാകുമ്പം ഏട്ടൻ പറയാട്ടോ. അവൻ്റെ മറുപടി കേട്ടതും അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ ആരുടെയും കാശിഭദ്രയല്ല. പിന്നെ ഞാൻ ഇങ്ങേരുടെ മോളൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ മോളാ. അവൾ റിപ്ലൈ നൽകി. ഇനി ഉറങ്ങുമ്പോൾ എൻ്റെ കുട്ടി ആ ജനലൊന്ന് അടയ്ക്കണം കേട്ടോ. ഇന്നലെ ഞാൻ കണ്ട പോലെ വേറെ ആരെങ്കിലും എൻ്റെ മോളെ കാണുന്നതേ എനിക്കിഷ്ടമല്ല. എൻ്റെ മാത്രം നീ. അവൻ്റെ മെസ്സേജ് കണ്ടതും അവൾക്കങ്ങ് വല്ലാണ്ടായി. ഷിയേ, ഏതു നേരത്താണാവോ ജനലടയ്ക്കാതെ ഉറങ്ങാൻ തോന്നി. അവൾ സ്വയം തലയ്ക്കടിച്ചുകൊണ്ട് പറഞ്ഞു. ആ മെസ്സേജിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. എൻ്റെ കിലുക്കാൻ പെട്ടി തെറ്റിയോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാനൊന്നും കണ്ടില്ല കേട്ടോ.
ടോപ്പിൻ്റെ ഓപ്പൺ ഇച്ചിരി മുകളിലേക്ക് കയറി. ആ ആലില വയറ് ഇച്ചിരി മാത്രമേ കണ്ടുള്ളൂ. ഇനി സൂക്ഷിച്ചു മതി ട്ടാ. അവൻ്റെ അടുത്ത മെസ്സേജ് വന്നതും അവൾ ആകെ നാണം കെട്ടു. ഇനി എന്തെങ്കിലും അവൻ പറയും മുമ്പ്, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിൽ വന്ന് പറ, ആണാണെങ്കിൽ ഈ ഒളിച്ചുകളി നിർത്ത് എന്ന് മെസ്സേജ് അയച്ച് മറുപടി കിട്ടും മുമ്പ് ബ്ലോക്ക് ചെയ്ത് ഫോൺ ബെഡിലിട്ടു. അവൻ പറഞ്ഞതൊക്കെ ആലോചിച്ചിരുന്നു കുറച്ചു നേരം. പിന്നെ എന്തേലും ആവട്ടെ, ഞാനെന്തിനു ഓർക്കണം എന്നും മനസ്സിൽ കരുതി അവൾ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് പോയി. അച്ഛൻ ദേവിമോൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പണിയില്ല. അമ്മ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കാ പത്രം വായിക്കാറ്. അമ്മ ആ പണിയിലുമായിരുന്നു. അമ്മേ, ചേച്ചി ഇവിടെ? അവൾ അപ്പുറത്തുണ്ടല്ലോ. ആ ഫോണിൽ തലയിട്ടിരിക്കുന്നുണ്ടാവും. ആ, ഞാനൊന്ന് അമ്മൂൻ്റെ അടുത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അടുത്തേക്ക് നടന്നു. ഇന്നലെ സൈക്കിൾ അവിടെ വെച്ചതാ, അതെടുക്കാൻ പോകുകയാണ്. പോക്കിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. പാടം കഴിഞ്ഞ് റോഡിലേക്ക് കയറിയതും അവളുടെ മുമ്പിലായി ഒരു ബൈക്ക് വന്നു നിന്നു. അമ്മേ! പെട്ടെന്ന് പ്രതീക്ഷിക്കാതായതുകൊണ്ട് അവൾ ഒന്ന് പേടിച്ചു. എവിടെ നോക്കിയാടോ താനൊക്കെ വണ്ടി ഓടിക്കുന്നേ? അവൾ പേടിച്ചതിൻ്റെ ദേഷ്യത്തിൽ ആ വണ്ടിക്കാരനോട് കയർത്തു. അയാൾ ഒന്നും മിണ്ടാതെ ഹെൽമെറ്റ് ഊരിയതും അവളുടെ നാവുകൾ മന്ത്രിച്ചു. അഭിഷേക്. നാവുകൾക്കൊപ്പം അവളുടെ കാലുകൾ പിറകോട്ട് വെച്ചു. അപ്പൊ സുന്ദരിക്കുട്ടി അഭിയേട്ടനെ മറന്നിട്ടില്ലല്ലോ? പട്ടണത്തിലൊക്കെ പോയപ്പോൾ ഞാൻ കരുതി നല്ല ചുള്ളൻ ചെക്കന്മാരെ കണ്ട് നമ്മളെയൊക്കെ മറന്നെന്ന്. അവളെ ഒരു വശ്യമായ നോട്ടത്തിലൂടെ അവൻ പറഞ്ഞു. അതിന് മറുപടിയായി പുച്ഛം നിറഞ്ഞൊരു നോട്ടം മാത്രം നൽകിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഉടൻ തന്നെ അവൻ വണ്ടിയിൽ നിന്നിറങ്ങി അവളുടെ മുന്നിൽ തടസ്സമായി നിന്നു. മാറി നിൽക്ക്, എനിക്ക് പോണം, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? എങ്ങോട്ടാണെങ്കിലും വണ്ടിമേ കയറ്, ഞാൻ ഉണ്ടാക്കിത്തരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കാല് മുന്നോട്ട് വെച്ചെങ്കിലും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവൾ തൻ്റെ കയ്യിലേക്കും അവനിലേക്കും ഒന്ന് മാറി മാറി നോക്കി. പക്ഷേ അവനൊരു ഭാവമാറ്റവുമില്ലാതെ അവളുടെ കയ്യിൽ തന്നെ പിടിച്ചു. വിട് കൈ. ഇങ്ങനെ ചൂടാകല്ല മോളെ, അപ്പം നിന്നെ കാണാൻ ചന്തം കൂടുകയാ. നിന്റെ ഈ ചുവന്ന് തുടുത്ത കവിളുകളെ കടിച്ചു തിന്നാൻ തോന്നുക ചേട്ടന്. എന്നിങ്ങനെ നോക്കല്ല പെണ്ണെ. ഛേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ മറ്റേ കൈ വീശി അവൻ്റെ കവിള് തടിച്ചു. അടിയുടെ ശക്തിയിൽ അവൻ അവളിൽ നിന്ന് പിടിവിട്ട് മാറി നിന്നു. അവൾ അടിച്ച കവിളിൽ അവൻ കൈകൊണ്ട് തൊട്ടു നോക്കി. അവളുടെ വിരലടയാളം എന്ന പോൽ അവിടെ വീർത്തു വന്നിരുന്നു. ഡേ, നീ എന്നെ തല്ലിയല്ലേ? അവൻ അവൾക്ക് നേരെ രൂക്ഷമായി. അതെ, തല്ലി, ഇനിയും തല്ലും. തന്നെ പോലുള്ളവന്മാർക്ക് രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ കേടാ. ഇനി എന്തെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ ഈ കിട്ടിയത് ഓർക്കണം കേട്ടോടോ പുല്ല് എന്നും പറഞ്ഞുകൊണ്ട് അവൾ അമ്മുവിൻ്റെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. അമ്മു. വീടിൻ്റെ മുൻഭാഗത്തെത്തിയതും ഭദ്ര നീട്ടി വിളിച്ചു കൂവാതെ അകത്തേക്ക് വാടി. അമ്മു അവളെ അകത്തേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവൾ അമ്മുവിനോട് കുറേ നേരം സംസാരിച്ചിരുന്നു. വരുന്ന വഴിക്ക് അഭിയുമായി കണ്ടതെല്ലാം വിവരിച്ചു പറഞ്ഞു. വരുന്ന വഴിക്ക് അവൾ കണ്ടവനാണ് അഭിഷേക് എന്ന അഭി. പറഞ്ഞു വരുമ്പം ഭദ്രയുടെ ബന്ധുവൊക്കെ തന്നെയാണ്. ചെറുപ്പത്തിലൊക്കെ ഭദ്രയുമായി നല്ല കൂട്ടായിരുന്നു. തിരിച്ചു പതിയെ പതിയെ വലുതാകുന്നതിനനുസരിച്ച് അവൻ്റെ സ്വഭാവം മാറിത്തുടങ്ങി. നോട്ടത്തിലും സംസാരത്തിലുമൊക്കെ ഒരു വശ്യത നിറയാൻ തുടങ്ങി. പതിയെ അവൻ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു. അങ്ങനെയാ അവനുമായുള്ള എല്ലാ കൂട്ടും ഭദ്ര നിർത്തിയത്. പക്ഷെ അതിനുശേഷം ഭദ്രയ്ക്ക് അഭിയുടെ ശല്യം എപ്പോഴും ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടെന്ന പോൽ അവൾ എപ്പോഴും അവൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. എടി അമ്മു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മടിച്ച് ഭദ്ര ചോദിക്കാൻ വന്നു. ഇത് ചോദിക്കാൻ വേണ്ടി മാത്രം അവൾ ഇന്ന് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നതുപോലും. ആ, നീ ചോദിക്ക്. അത് പിന്നെ, എനിക്ക് കാശിനാഥ് ആരാന്നറിയോ? പിന്നല്ലാതെ, കാശി അറിയാത്ത ആരോ ഉള്ളത്? അമ്മുവിൻ്റെ മറുപടി കേട്ട് ഭദ്രയ്ക്ക് ആവേശം കൂടി. കാശി ആരാണെന്നറിയാൻ. പറ, ആരാ ഈ കാശി?